ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കവാടം സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പ്രദർശന മേളയാക്കിയെന്ന വാർത്ത വരുന്നു. നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനെയും കൊണ്ട് പൂജിച്ച് വിശ്വാസ്യതയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. സ്വർണം പൂശാൻ കൊണ്ടുപോയ 2019 വീഡിയോ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കവാടം പൂജിച്ച് പണം ഈടാക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്ന് സംശയം. ആ വീഡിയോയിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. വർഷങ്ങളായി കണ്ടുമുട്ടുന്ന മുഖങ്ങളാണ് ശ്രീ ഉണ്ണി, ഗോവർദ്ധൻ, കർണാടകയിൽ നിന്നുള്ള അയ്യപ്പൻ്റെ നട പുതുക്കി പണിയുകയാണ് സ്വർണത്തിൽ. ഇവരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വരണം എന്ന് മാത്രം പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം അയ്യപ്പൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ അതിൻ്റെ നട ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അത് തൊഴുത് ആദ്യത്തെ കർപ്പൂരം കാണിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ എനിക്ക് ഉണ്ടാക്കി തന്നു. അതിനുശേഷം ആ നട അവിടെ വയ്ക്കുന്ന അതിൻ്റെ കട്ടളപ്പടി അതും പൂർണ്ണമായി സ്വർണത്തിൽ പൊതിഞ്ഞ് ഇപ്പോൾ ശബരിമലയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. ചെന്നൈയിലാണ് പോകുന്നത്. ഇന്നും അതിൻ്റെ ആദ്യ പൂജ ചെയ്യാനുള്ള ഭാഗ്യം ഈ രണ്ട് കൈകൾക്ക് തന്നത്, ഇത് അയ്യപ്പൻ്റെ രൂപത്തിൽ വന്ന് ഇവർ തന്നതാണ് എനിക്ക്. അതിൻ്റെ പ്രസൻസായിട്ട് വീരമണി സാറിനെ പോലെയുള്ള മഹാപ്രതിഭകളുടെ കൂടെ നിന്ന് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ വളരെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളൊന്നും മറക്കില്ല ഈ ദിവസം. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗോകുൽ രവി തത്സമയം ചേരുന്നു. ഗോകുൽ രവി, എന്തൊക്കെയാണ് സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. അതേ ചോദ്യം തന്നെയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഉയരുന്നതും. കാരണം ഇതിനു മുമ്പും പലതവണയായി ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി ഉള്ള വാതിൽ അല്ലെങ്കിൽ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇതൊക്കെ അതിൻ്റെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുമ്പോൾ അത് ഏൽപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ശേഷം അല്ലെങ്കിൽ അത് പൂർത്തിയാക്കി തിരികെ കൊണ്ടുവരുന്നതിനിടയിൽ പലയിടത്തും വെച്ച് ഇതിൻ്റെ പ്രദർശനം, അവിടെ പണം ഈടാക്കുന്ന തരത്തിൽ വഴിപാട് പോലെ അല്ലെങ്കിൽ കാണിക്ക പോലെ പണം സ്വീകരിക്കൽ, അങ്ങനെ വരുമാനം ഉണ്ടാക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ചെന്നൈയിൽ വെച്ച് ഇത്തരത്തിൽ ശ്രീകോവിലിൻ്റെ വാതിലിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, അല്ലെങ്കിൽ ആ ശ്രീകോവിലിൻ്റെ വാതിലിന് പുറത്ത് നമ്മൾ സാധാരണ വാതിലുകൾക്ക് കട്ടള എന്ന് പറയുന്ന ഭാഗത്തിനെ പൊതിഞ്ഞിരിക്കുന്ന, അത് ശ്രീകോവിലിൻ്റെ കട്ടളയെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളി ചെന്നൈയിൽ പ്രദർശിപ്പിച്ച് അവിടെ ഒരു പൂജ നടത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. ഇത് 6 വർഷം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്, ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതിലാണ് നടൻ ജയറാം പറയുന്നത്, ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഈ ശ്രീകോവിൽ നടയുടെ പൂജ ആദ്യമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ നടയിൽ കർപ്പൂരാഴി നടത്താൻ എനിക്ക് അവസരമുണ്ടായി. ഇപ്പോൾ വീണ്ടും ഇതാ കട്ടളയെ പൊതിയുന്ന സ്വർണ്ണപ്പാളി പൂജിക്കാൻ ചെന്നൈയിൽ വെച്ച് അവസരമുണ്ടായി. അങ്ങനെ അയ്യപ്പ ഭക്തരായ ആളുകളെ, പ്രഗത്ഭരായ അല്ലെങ്കിൽ പ്രശസ്തരായ ആളുകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഇത്തരത്തിൽ പൂജ നടത്തുന്നു, അതിൽ പണപ്പിരിവുണ്ട് എന്നതാണ് വ്യാപകമായി വരുന്ന പരാതി. എങ്ങനെ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരുങ്ങുന്നു? ഇത്തരത്തിൽ കൃത്യമായി മാസ്റ്ററൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്വർണ്ണപ്പാളി കൊടുത്തയക്കുന്നു. വളരെ സുരക്ഷയോടുകൂടി തിരിച്ചെത്തിക്കേണ്ട ഒരു ഭാഗം, അതിനെ എങ്ങനെ ഇത്തരത്തിൽ പ്രദർശിപ്പിക്കുവാനും പണം പിരിക്കാനുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം ലഭിക്കുന്നു? അതിന് ദേവസ്വം ബോർഡിലുള്ള ആളുകളുടെ കൂടി മൗനാനുവാദമുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുതന്നെയാണ് UDF അടക്കമുള്ള കക്ഷികൾ ഈ സംഭവത്തിലെല്ലാം അയ്യപ്പൻ്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട, അയ്യപ്പൻ്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഈ ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളിയായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ വരുന്ന ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളിയായാലും ഇതെല്ലാം ശ്രീകോവിൽ വാതിലെ സ്വർണ്ണപ്പാളിയായാലും ഇതെല്ലാം ഒരു പ്രദർശന വസ്തുവാക്കുവാനും ഇതിൻ്റെ പേരിൽ പണം പിരിക്കുവാനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ അവസരം ലഭിച്ചു എന്നതാണ് ഉയരുന്ന ചോദ്യം. അതിന് ദേവസ്വം ബോർഡിന് കൂടി മൗനാനുവാദമുണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിന്തുണയുണ്ടോ ഇതിലേക്ക് കൂടി അന്വേഷണം പോകും. ഒരുപക്ഷെ മുമ്പ് 2019 ഈ സ്വർണം പൂശാൻ അത് അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിട്ടതിലെ വീഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ തന്നെ തുറന്നു പറഞ്ഞതാണ്. ഈ പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഇതിന് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും ഈ ദൃശ്യങ്ങൾ കാണുന്നത് ജയറാമിനൊപ്പം വീരമണി രാജുവാണ്. ഗായകൻ വീരമണി
വീരമണിയുടെ മകനാണ്. ഇവരെല്ലാവരും കടുത്ത അയ്യപ്പ ഭക്തരാണ്. അവരുടെ ആ ഭക്തിയെ ഏതായാലും ഇത്തരത്തിലുള്ള പ്രദർശനങ്ങളിൽ ജയറാമിനെ എത്തിച്ച് അല്ലെങ്കിൽ വീരമണിയെ എത്തിച്ചുകൊണ്ട് കൂടുതൽ വിശ്വാസ്യത ഈ സ്വർണ്ണ ഭാഗങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യക്തമാകുന്നത്. ഓക്കെ, താങ്ക് യു ഗോകുൽ രവി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.